അതെ, ഞങ്ങളെ കഴിഞ്ഞ തവണ ബാംഗ്ലൂർ ചിലവ് ചുരുക്കിയും ജീവിക്കാമെന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. അപ്പോൾ ആ കമൻറ്റുകൾക്ക് മറുപടി ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. ഞങ്ങൾ ചെയ്ത വീഡിയോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ചിലവ് ചുരുക്കിയും ജീവിക്കാമെന്നാണ്, അല്ലാതെ ബാംഗ്ലൂർ ജീവിക്കാൻ ചിലവ് കുറവാണെന്നല്ല. അപ്പോൾ കുറച്ച് പേരത് തെറ്റിദ്ധരിച്ചിട്ട് ബാംഗ്ലൂർ ജീവിക്കാൻ ചിലവ് എന്നാണ് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിച്ച് നേരിട്ടും അല്ലാതെയൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റുകൾക്ക് ഞാനിപ്പോൾ എല്ലാം വായിച്ചിട്ട് കുറച്ച് കമൻറ്റുകൾക്കൊക്കെ ഞങ്ങൾ റിപ്ലൈ കൊടുത്തിരുന്നു. റിപ്ലൈ കൊടുക്കാത്ത കമൻറ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. അപ്പോഴേ അതിലെ ആദ്യത്തെ കമൻറ്റ് എന്താണെന്നറിയാമോ? 6000 രൂപയ്ക്ക് ഇതിനേക്കാൾ ഒരുപാട് സാധനങ്ങൾ കിട്ടും. അത് ചിലപ്പോൾ ശരിയായിരിക്കും, അത് ഓരോരുത്തരുടെ ജീവിത രീതി അനുസരിച്ചായിരിക്കുമല്ലോ. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്നും സെപ്റ്റോന്നും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് എവിടെയാണ് വിലക്കുറവെന്ന് വെച്ചാൽ അവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കണേ. അപ്പോൾ അതുപോലെ ഇതിനേക്കാൾ വിലക്കുറവിൽ എവിടെയെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുമായിരിക്കും, അറിയില്ല. അത് എവിടെയാണെന്നുള്ളത് ഒന്ന് വിശദമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും കേട്ടോ, ഞങ്ങൾക്കും ഉപകാരമായിരിക്കും. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്കനട്ട് ഓയിൽ കാണിച്ചതിലുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ ലിക്വിഡ് പാരാഫിൻ ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ലതല്ല, ഗുഡ് ക്വാളിറ്റി അല്ല എന്നാട്ടോ പറയണത്. അത് ഞങ്ങൾ ഇനി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അത് പറഞ്ഞത് നന്നായി. ഞങ്ങൾ ഇനി അടുത്ത തവണ വാങ്ങിക്കുമ്പോൾ ഞങ്ങളത് ശ്രദ്ധിക്കും. അടുത്ത കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെരി റോങ് ഇൻഫോർമേഷൻ ആണെന്ന് പറഞ്ഞ് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബാംഗ്ലൂരിനെ പറ്റി ഒന്നും അറിയാതെയാണ്, ബാംഗ്ലൂർ ലൈഫിനെ പറ്റി ഒന്നും അറിയാതെയാണ് ഈ വീഡിയോ ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിയല്ല കേട്ടോ. കാരണം ഞങ്ങൾ 1 വർഷമായിട്ട് ബാംഗ്ലൂർ ജീവിക്കുന്ന ആളുകളാണ്. 1 വർഷമായിട്ട് ഞങ്ങൾ ഇതുപോലെ ചിലവ് ചെയ്ത് ജീവിച്ച് മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾ കൊച്ചിയിൽ ജീവിച്ചിട്ടുണ്ട്, ചെന്നൈയിൽ ജീവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ബാംഗ്ലൂർ വന്നത്. അപ്പോൾ ചെന്നൈയിലേക്കാൾ വില കുറവാണ് ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തേക്കണത്. കാരണം എന്താണെന്നറിയോ? ഈ കുത്തരി തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചിരുന്നപ്പോൾ 1 കിലോ കുത്തരിക്ക് 90 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അതിപ്പോൾ ബാംഗ്ലൂർ വന്നപ്പോൾ ഉണ്ടല്ലോ 1 കിലോ കുത്തരി 54 മുതൽ മുകളിലേക്ക് ഉണ്ട്. ഞങ്ങളുടെ അടുത്ത കടയിലുണ്ട് കേട്ടോ അത്. അപ്പോൾ 54 രൂപയുടെ കുത്തരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല കുത്തരിയാണ്, ഞങ്ങളത് തന്നെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതെല്ലാം പൊന്നിയേരി. അപ്പം ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചിരുന്നപ്പോൾ കുത്തരി 90 രൂപ ആയതുകൊണ്ട് ഞങ്ങളത് വാങ്ങിക്കലും നിർത്തി 60 രൂപയുടെ പൊന്നിയേരി വാങ്ങിച്ചു. അങ്ങനെ പൊന്നിയേരി കഴിക്കാൻ ശീലിച്ചത് ചെന്നൈയിൽ വെച്ചാണ്. 2 വർഷം ചെന്നൈയിൽ താമസിച്ച ആ എക്സ്പീരിയൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് വന്നിട്ട് 1 വർഷമായി. അപ്പം നമ്മളിത് അറിയാതെ ചെയ്തതല്ല കേട്ടോ. അടുത്ത കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 അല്ലറ ഇല്ലറ ആയിട്ടല്ലേ ഉള്ളൂ, അതിൻ്റെ 4 ഇരട്ടിയാകും പാൽ, അരി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എല്ലാം ചേർന്ന്. പാലിൻ്റെ കാര്യം പറഞ്ഞാലേ നമുക്ക് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിൽ മിൽമ പാലിന് 28 രൂപയാണ് ഒരു കവർ പാലിന്. നമുക്ക് ബാംഗ്ലൂർ ഞങ്ങൾ വാങ്ങിക്കുന്നത് നന്ദിനി പാലാണ്. നന്ദിനിക്ക് 24 രൂപയുള്ളൂ. അപ്പോൾ അത് കുറവാണ്. അതുപോലെ തന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഞങ്ങൾ സെപ്റ്റോന്ന് മേടിക്കും. അപ്പോൾ സെപ്റ്റോയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റോയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതിൽ 500 രൂപയുടെ സാധനങ്ങൾ സെപ്റ്റോന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ഫീ ഇല്ല. അതുകൂടാതെ തന്നെ 1 രൂപയുടെ എന്തെങ്കിലും അവർ പറയുന്ന സാധനങ്ങൾ നമുക്ക് ഫ്രീ 1 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതും യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 24,000 രൂപയെന്ന് ഒരു മാസം ഞങ്ങൾക്ക് ചിലവ് ഞങ്ങൾക്കില്ല കേട്ടോ. പിന്നെ ബാക്കി എല്ലാവരും ജീവിക്കുന്ന രീതി അനുസരിച്ചാണല്ലോ. അപ്പം ഞങ്ങൾക്ക് അത്രയും ചിലവില്ല. അതില്ലാതെ തന്നെ വേണം പറയാനായിട്ട് കേട്ടോ, ഉറപ്പായ കാര്യമാണ്. അടുത്ത കമൻറ്റ് എന്താണെന്നറിയോ? റൈസ്, ഫിഷ്, മീറ്റ്, മിൽക്ക്, വെജിറ്റബിൾസ്, ഇതെല്ലാം ഫ്രൂട്ട്സ് ഇതൊക്കെ വേറെ വേണ്ടേന്ന്. അപ്പോൾ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ സെപ്റ്റോന്നാണ് വാങ്ങിക്കണത്. അതുകൂടാതെ തന്നെ മുട്ടയുടെ കാര്യമാണെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ 6 രൂപയാണ് മുട്ടയ്ക്കെങ്കിൽ
ബാംഗ്ലൂർ 7 രൂപയുള്ളൂ, 1 രൂപയുടെ വ്യത്യാസമുള്ളൂ കേട്ടോ. ഞങ്ങൾ വാങ്ങിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മീറ്റ് ഞങ്ങൾ ചിക്കനാണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കണത്. അപ്പോൾ ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോ ചിക്കൻ 170 രൂപയാണ്. 170 രൂപ പൂടയോടുകൂടി, കോഴിയുടെ പൂടയോടുകൂടിയാണ്. ഇത് ബാംഗ്ലൂർ 260 രൂപ ഇറച്ചിയായിട്ട്. അപ്പോൾ അത്രയും ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുമല്ലോ, ചിക്കൻ ഇറച്ചിയുടെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. ചെന്നൈയിലായിരുന്നപ്പോഴും 260 രൂപ തന്നെയായിരുന്നു 1 കിലോ ചിക്കന്. പിന്നെ ഫിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഫിഷിന് വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫിഷ് ഞങ്ങൾ വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ. ഫിഷ് കുറച്ചിട്ട് ഞങ്ങൾ ചിക്കനാണ് കൂടുതൽ യൂസ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് എങ്ങനെ ജീവിക്കുന്നു? ഇതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ ഓരോ മാസവും 6000 രൂപ അങ്ങനെയാണ് ചിലവാക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞങ്ങൾ 6000 രൂപയ്ക്ക് അരി വാങ്ങിച്ചു, പച്ചരി, ഉഴുന്നുപരിപ്പ് അതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ഇരിപ്പുണ്ട്. അത് ഒരു മാസം അങ്ങ് തീർന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ മാസം തീർന്ന സാധനങ്ങൾ പോയി 6000 രൂപയുടെ വാങ്ങിച്ചു. അപ്പോൾ ഓരോ മാസവും തീർന്ന സാധനങ്ങൾ ഇങ്ങനെ 6000 രൂപ അങ്ങനെ വാങ്ങിക്കും. അതാണ് ഒരു മാസം 6000 രൂപ ചിലവ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 6000 രൂപയ്ക്ക് സാധനം ഇത് ചെറിയ എമൗണ്ടാണോ, ഇതൊരു വലിയ എമൗണ്ട് അല്ലേ എന്ന് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ച സാഹചര്യം വെച്ചാൽ കൊച്ചിയിൽ പിന്നെ ചെന്നൈയിലൊക്കെ നല്ല ചിലവിൽ ജീവിച്ചവരാണ്. അപ്പോൾ നോക്കുമ്പോൾ 6000 രൂപയ്ക്ക് സാധനങ്ങൾ കിട്ടുന്നത് കുറവാണെന്നല്ലേ നമുക്ക് തോന്നുള്ളൂ, വില കുറവാണ് എന്നല്ലേ തോന്നുള്ളൂ. ആ ഒരു ഇതാണ് ഇത്. നമ്മൾ 6000 രൂപ അത്ര വലിയ എമൗണ്ടായിട്ട് ഞങ്ങൾക്ക് തോന്നാതിരുന്നത്. പിന്നെ അടുത്തത്, ഈ സാധനങ്ങൾ കൊണ്ട് ഒരു മാസം ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അത് ഈ സാധനം ഞങ്ങൾക്ക് എന്തായാലും ഒന്നല്ല അതിൽ കൂടുതൽ ഞങ്ങൾക്കുണ്ടാവും. ഒരു മാസം കൊണ്ട് തീരാറില്ല. അപ്പോൾ അത് ഞങ്ങൾ അതുപോലെ അത്ര വലിയ ചിലവ് ചെയ്ത് ജീവിക്കുന്നവരല്ല, അതുകൊണ്ടായിരിക്കും. ഒരാളൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്ക് ഇതിങ്ങനെ ഈ മിഠായി ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഈ ഷുഗറി സ്നാക്സ് ഒന്നും ധാരാളമായിട്ട് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടോ. അതൊരു നല്ല പോയിൻ്റാണ്. പക്ഷെ ഞങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൾ ഭയങ്കര വാശി പിടിക്കുന്ന ചില ദിവസങ്ങളുണ്ടാവും. ആ ദിവസം ഞങ്ങൾ ഒരെണ്ണമൊക്കെ എടുത്ത് പൊട്ടിച്ച് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യണത്. അല്ലാതെ ഇത് ഒറ്റയടിക്ക് അത് ഒരാഴ്ച കൊണ്ട് കൊച്ചിന് കൊടുത്ത് തീർക്കുക അങ്ങനെയല്ല. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ഭയങ്കര വാശി പിടിക്കുമ്പോൾ ആ ഒരു ജെംസിൻ്റെ ഒരു പാക്കറ്റ് ചെറിയ പാക്കറ്റ് ഒരെണ്ണം പൊട്ടിച്ച് കൊടുക്കുമ്പോൾ ഹാപ്പിയാവും. അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ലോലിപോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ, ലോലിപോപ്പ് നമ്മൾ അവൾ ചപ്പിക്കൊണ്ടിരിക്കുമ്പോൾ അധികം ചപ്പി കുറച്ച് കഴിയുമ്പോൾ മടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അത് കഴിക്കില്ല. അതുകൊണ്ടാണ് അത് വാങ്ങിക്കുന്നത്. മറ്റുള്ള ഒരു ചോക്ലേറ്റ്സും ഞങ്ങൾ വാങ്ങിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയായി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചിലവുകളെക്കുറിച്ചാണ് കേട്ടോ ഞങ്ങളീ പറഞ്ഞത്. ഞങ്ങൾ എവിടെയാണോ ചിലവ് കുറയുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിച്ച് അങ്ങനെ ശീലിച്ച ആളുകളാണ്. പണ്ട് മുതലേ അങ്ങനെ ശീലിച്ച ആളുകളാണ്. അപ്പോൾ ചിലവ് ചുരുക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്തത്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. തെറ്റുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞു തരിക. അത് ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ വീഡിയോ ചെയ്യുമ്പോൾ അതെല്ലാം തിരുത്തി വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാണ്.